എന്നെ ഓർത്ത് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കണമെങ്കിൽ ആ ഒരാളല്ലാതെ വേറെ ആരും ഉണ്ടാവത്തില്ല. അത് സത്യമാണ്. ഹായ് മോർണിംഗ്. അമ്പൂട്ട ആ സൗണ്ട് ഒന്ന് കുറയ്ക്കുമോ? ഇന്ന് മോർണിംഗ് പറയുന്നതേ 9:30 ആയി കേട്ടോ. എന്ന് വെച്ചാലേ പനിയാണ്. നല്ല വെയിലായിരുന്നേ 2 ദിവസം കൊണ്ട്. അപ്പോൾ 4 തവണ എനിക്ക് സ്കൂളിൽ പോകണം. 2 പേരെയും വിളിക്കാനും കൊണ്ടാക്കാനും പോകും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പനിയായി. ഇന്നലെ ആണെങ്കിൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ വിളിച്ചോണ്ട് ഇനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 2:30 മണിക്കും 12:30 ഒരാൾക്ക് 2:30. ഈ 2 സമയമെന്ന് പറഞ്ഞാൽ അങ്ങ് വെയിലങ്ങ് ഭയങ്കരമായിട്ടങ്ങ് തെളിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. ചില സമയത്ത് ആ ചൂടിൻ്റെ കാഠിന്യം ഒന്ന് കുറയും കേട്ടോ. ഞാൻ കുടയൊക്കെ കൊണ്ടാണ് പോയത്. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടും ഒക്കെ എന്തൊക്കെയോ ചെയ്തു ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക്. പിന്നെ അങ്ങ് തുമ്മലും പനിയുടെ ഇതൊക്കെയുടെ ഒക്കെ അങ്ങ് തുടങ്ങി. തീരെ വയ്യ. അതുകൊണ്ട് ഇന്ന് അമ്പൂട്ടനെ വിട്ടിട്ടില്ല. കാരണം വിട്ട് കഴിഞ്ഞാൽ ഞാൻ വിളിക്കാൻ പോകണമല്ലോ. ആ വെയിലൂടെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പനിയാവും. പിന്നെ 2 ദിവസത്തേക്ക് ഇവിടുത്തെ കാര്യം മൊത്തം കോളാവും. അപ്പോൾ അവൻ കൊച്ചാണല്ലോ. അപ്പോൾ അവനും ഈ വെയിൽ കാഠിന്യം അവനും തുമ്മലും ഒക്കെ ആയി കേട്ടോ. അവനും പനിയുടെ കണക്ക് ഇതൊക്കെയുടെ ആയി. അപ്പോൾ വിചാരിച്ചു ഇന്ന് വിടണ്ട. അങ്ങനെ പവിയക്കുട്ടി മാത്രമേ പോയിട്ടുള്ളൂ. ഇനി അവളെ വിളിക്കാൻ പോകണം. അപ്പോൾ കാപ്പിയൊന്നും കഴിച്ചിട്ടില്ല. ഇനി കാപ്പിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കണം. സംസാരിക്കാനും അതൊക്കെ വലിയ പാട്. തലവേദന, തുമ്മൽ, മൂക്കിനൊക്കെ ഇതൊക്കെയിട്. നല്ല പൊരിഞ്ഞ വെയിലാണ്. കുട ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. കുടയുടെ കമ്പി വരെ നമ്മുടെ കൈ ഇരുന്നുകൊണ്ട് പഴുക്ക്. അതൊക്കെയാണ് അവസ്ഥ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കാപ്പി പരിപാടിയൊക്കെ കാണാം. ഇന്ന് ഏട്ടൻ ചോറ് കൊണ്ടുപോയില്ല. പവിയക്കുട്ടി പിന്നെ അവൾക്ക് 365 ദിവസവും ദോശയും ചമ്മന്തിയും കൊടുത്താലും അവൾ ഹാപ്പിയാണ്. അങ്ങനെ അവൾ ദോശയും ചമ്മന്തിയും കൊണ്ടുപോയി. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കുമ്പിളപ്പം കുറച്ച് കൊടുത്തു വിട്ട് അതും കൂടെ കൊണ്ടുപോയി. അമ്പൂട്ടനാണെങ്കിൽ ഇവിടെ ഇരുന്ന് കുറേ കേക്കൊക്കെ എടുത്ത് തിന്ന്. ഞാനിവിടെ കിടക്കുമായിരുന്നു ഇത്ര നേരം അവളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട്. പിന്നെ ഇപ്പോഴാണ് എഴുന്നേറ്റ് വിശപ്പൊക്കെ ആയി. ഇനിയിപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ദോശ ഉണ്ടാക്കി തിന്നണം, അത്ര തന്നെ. അമ്പൂട്ട അവിടെ നിന്ന് കളിക്കട്ടെ. ഇന്നേ TV കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ TV കൊടുക്കത്തില്ല. അതൊന്ന് ഇന്ന് കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് പനിയാണല്ലോ. അപ്പോൾ എന്നെ അങ്ങ് ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഞാൻ TV കൊടുത്തതാണ്. രാത്രിയിലേ എല്ലാമൊക്കെ കഴുകി വെച്ചിട്ടേ അതൊന്നും എടുത്ത് മാറ്റി വെക്കാനെന്നുള്ള നേരം കിട്ടിയില്ല. എന്നിട്ട് അപ്പോഴേ പോയി കിടന്ന് എല്ലാം കൂടെ സമയം കുറേ ആകുമല്ലോ. പോയി കിടന്നങ്ങ് ഉറങ്ങിയത്. രാവിലെ ഇതൊന്നും എടുത്ത് വെക്കാനും നേരം കിട്ടിയില്ല. ഇപ്പോഴാട്ടോ സമയം കിട്ടിയത്. പിന്നെ ചായയും കുടിച്ചില്ല ഞാൻ. അപ്പോഴേ ചായയിൽ ഞാൻ കുറേ നാളായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇന്ന് പനിയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് കരുതി. പഞ്ചസാര ഉപയോഗിക്കുന്നില്ലെങ്കിലേ അതിനും കൂടെ ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതിപ്പം ഇന്നലെ ഉണ്ടാക്കിയ കുമ്പിളപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇല അങ്ങ് തീർന്നു പോയേ കുമ്പിളപ്പത്തിൻ്റെ. ഇനിയിപ്പം ഈ പരിപാടി ഇപ്പോഴെങ്ങും നടക്കത്തില്ല. എന്തായാലും നാട്ടിൽ നിന്ന് കുറച്ചധികം ഇല ഇത്തവണ കൊടുത്തു വിട്ട്. നേരത്തെ ഒരു തവണ കൊണ്ടുവന്നപ്പോൾ വളരെ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവന്ന്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ കുറേ തവണ ഇവർക്ക് പഴം വെച്ചിട്ടും ചക്ക വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. ഏട്ടൻ ചോറ് കൊണ്ടുപോയിട്ടില്ല. ഇടയ്ക്ക് ചിലപ്പം വന്നാലോ എന്ന് കരുതിയിട്ടേ ഞാൻ പിന്നെ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ അടുത്ത പരിപാടിയിലോട്ടങ്ങ് കിടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വെച്ചാലേ, കാരണം ചൂടാണ്. കൂടുതൽ സമയം അടുക്കളയിൽ നിൽക്കാനും ഒന്നും ഒക്കത്തില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കും ഇതേപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കതൊരു പ്രചോദനമാവുമല്ലോ. ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടേ ഇതിനകത്ത് എങ്ങനെയാ എന്തുവാ എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാതാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടും വളരെ അങ്ങ് താല്പര്യമില്ലാത്ത രീതി എങ്ങനെയെങ്കിലുമൊക്കെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ തള്ളി നീക്കിയൊക്കെ കൊണ്ടുപോകത്തേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോവുകയായാലും അത് കൃത്യമായിട്ട് ജോലിക്ക് പോകണമല്ലോ. നമ്മൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുമായാലും അതുപോലെ തന്നെ വേണം. എന്നും ജോലി ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല എന്ന ഒരു തോന്നൽ എനിക്ക് വരുത്തി തന്നത് എനിക്കുള്ള അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണ് ഞാനിങ്ങനെ ഇതിനകത്തുനിന്നൊരു വരുമാനം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് എനിക്കൊരു സന്തോഷം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു എടുത്തും ഒക്കെ തന്നത് അമ്മയാട്ടോ. എന്നും വീഡിയോ ഇടണമെന്നും പിന്നെ ഇങ്ങനെ മടിച്ചിരിക്കരുത്, വല്ലപ്പോഴും ഒരിക്കലും ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ നിനക്ക് വല്ലതും കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, എന്ത് ചെയ്താലും അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യണം, എന്നാലേ നമുക്ക് വല്ലതും കിട്ടൂ എന്ന രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ച് അതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്ത് ഇടാനായിട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അമ്മയാ പറഞ്ഞത്, നീ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തിട്, ഇന്നത് തന്നെ ചെയ്യുമെന്നൊന്നും നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും. പിന്നെ പറഞ്ഞു ഒരിക്കലും നമുക്ക് പൈസ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാന്യതയ്ക്ക് കോട്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട, മാന്യമായ രീതിയിൽ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറും കറികളും സംസാരത്തിനിടയ്ക്ക് വെച്ച് അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ക്യാരറ്റ് തോരൻ, മുട്ട പൊരിച്ചത്, പിന്നെ ഉള്ളിത്തീയൽ,
മോര്, ഇത്രയൊക്കെയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച ഉള്ളിത്തീയലാണേ. തേങ്ങ വറുത്തരച്ചപ്പോൾ ഞാൻ അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകവും ഇത്രയൊക്കെ ഇട്ട് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒരുണ്ട പുളിയും കൂടെ ഇട്ട് അരച്ചു. അപ്പോൾ പിന്നെ ഉള്ളി വഴറ്റി വെച്ച് അതിനകത്തോട്ട് ഒഴിച്ചു, ഒന്ന് തിളപ്പിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയായി, സിമ്പിളായിട്ട്. ഒരു മണിക്കൂറത്തെ പണിയാണ് കേട്ടോ. ഇത്രയും സംഭവങ്ങൾ റെഡിയാക്കി പിന്നെ നമ്മൾ കഴിക്കുകയാണ്. ഞാൻ പാരസെറ്റമോൾ ഒരെണ്ണം എടുത്ത് കഴിച്ചേ, അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശപ്പുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ മുട്ടയൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ പിന്നെ അമ്പൂട്ടിന് കൊടുത്തേ മുട്ട. അങ്ങനെ അമ്പാടി കഴിക്കുന്നുണ്ടേ ചോറ്. പിന്നെ ഭവ്യ ഇനി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പോഴേ ഒരു കുളിയൊക്കെ നടത്തിയേ, വെറുതെ ഒന്ന് കുളിച്ചൊക്കെ നോക്കിയത്. പനിയാകുമ്പോൾ ഞാൻ കുളിക്കാറേ ഇല്ല കഴിയുന്നത്, കാരണം ഈ പനി മാറിയിട്ടേ കുളിക്കത്തുള്ളൂ. പക്ഷേ എനിക്കങ്ങ് ക്ഷീണം, അതുകൊണ്ടൊന്ന് കുളിച്ച് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് തുണിയൊക്കെ കഴുകി വിരിച്ചത്. പിന്നെ നമ്മളെ തുണി മടക്കാനുണ്ട്, അതെന്നും ഒരു കടമ്പയാണ്. ഓരോരുത്തരായിട്ട് മടക്കി മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ സമയമാകുമ്പം കിടന്ന് തപ്പേണ്ടി വരുമല്ലോ. ഇനിയൊരു ചായ പരിപാടിയുണ്ട്. ചായക്ക് കടിയൊന്നും ഇല്ല കേട്ടോ ഇന്ന്. പാടിച്ചന് കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പുറത്തോട്ടിറങ്ങി. അവൻ പിള്ളേരുള്ള ഭാഗത്തോട്ട് വന്നേക്കുക. അവിടെ എവിടെയോ മറിഞ്ഞ് ഉപ്പുണ്ട് ആ വണ്ടിയുടെ അവിടെ കണ്ട്. നോക്കട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കീഴ്ത്ത് പോയി, കാറിൻ്റെ കീഴ്ത്ത് അതെടുക്കാനായിട്ട്. ഇതേ ഒരു വള്ളിയാണ് അവരുടെ കയ്യിരിക്കുന്നത്, അതുകൊണ്ട് എടുക്കാൻ നോക്കുക. നല്ല അവിച്ചിൽ കേട്ടോ. എന്നെയും പിടിച്ചോണ്ട് ഇറങ്ങിയത് അമ്പാടി. കുറേ നേരമൊക്കെ അവൻ്റെ കൂടെ കളിക്കാനൊക്കെ നിന്നിട്ട് പിന്നെ കയറിപ്പോയിരുന്നു. അവിച്ചിലാണ്. ആ അവിച്ചിലൂടെ വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അങ്ങ് വയ്യാണ്ട് വരുന്നത്, ചൂടടിച്ചപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അത്താഴത്തിന് ഏട്ടൻ കൊണ്ടുവന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ ചോറും കറിയും ഇരിപ്പുണ്ട്, പക്ഷേ അത് രാവിലെ എല്ലാവർക്കും ചോറും കൊണ്ടുപോകാനും ഒക്കെ വേണമല്ലോ, അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഇത് മേടിച്ചു. പനിയായോണ്ടേ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ, ഒന്നും കഴുകിയിട്ടില്ല, എല്ലാം നിരന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. അമ്പൂട്ടൻ എടുക്കുക ആദ്യമേ, കുറച്ച് കറിയൊക്കെ മതി. പിന്നെ 2 എണ്ണം, അവന് എരിയാണല്ലോ ഇത്, അതുകൊണ്ട് 1-2 എണ്ണം മുളകൊന്നും ഇല്ലാതെ നോക്കി. മുളക് അതിനകത്തല്ലാതെ മുളകിൻ്റെ അരിയുണ്ട്, അപ്പോഴാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അവന് കൊടുക്കാം, ബാക്കി എല്ലാവർക്കും എടുക്കണം. അപ്പോൾ എടുക്കട്ടെ, കഴിക്കട്ടെ. ബാക്കി പണികളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.